ബീഫ് സമൂസ, ചിക്കൻ സമൂസ, അതുപോലെ വെജിറ്റബിൾ സമൂസ, ബീട്രൂട്ട് സമൂസ, അതുപോലെ തന്നെ മുംബൈയിൽ നിന്നൊക്കെ തന്നെ വരുന്ന ഉരുളൻകിഴങ്ങ് നിറച്ച സമൂസ, അങ്ങനെ പലതരത്തിലുള്ള സമൂസകളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഏറ്റവും അവസാനം ഇരിഞ്ഞാലക്കുട ബബിൾ ടീയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് പല്ലി സമൂസയാണ്. ഹലോ നമസ്കാരം, ഇരിഞ്ഞാലക്കുട വോയിസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാഹുൽ അശോകനാണ്. ഞാനിപ്പോൾ ഉള്ളത് ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡ് പരിസരത്താണ്. ബസ് സ്റ്റാൻഡ് പരിസരത്ത് എനിക്ക് പുറകിലായിട്ട് നിങ്ങൾക്ക് ഒരു സ്ഥാപനം കാണാൻ സാധിക്കും. ബബിൾ ടീ എന്ന പേരിലുള്ള ഒരു സ്ഥാപനമാണ് ഇത്. കുറച്ച് നാളുകളായിട്ടുള്ള ഈ ഒരു സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഒരു സ്ഥാപനത്തിൽ നിന്നും ആനന്ദപുരം സ്വദേശിയായ രാജേഷ് വാങ്ങിയ സമൂസയ്ക്കുള്ളിൽ നിന്നും ലഭിച്ചത് ഒരു പല്ലിയെ മുഴുവനോടെയാണ്. രാജേഷിന്റെ കുടുംബത്തിലേക്ക് ഈ ഒരു സമൂസ എത്തിച്ചതിന് ശേഷം ആ ഒരു സമൂസ അദ്ദേഹത്തിന്റെ മകൾ കഴിക്കുന്നതിനിടയിലാണ് ഈ ഒരു ദുരനുഭവം ഉണ്ടായത്. ഒരു സമൂസയ്ക്കുള്ളിൽ നിന്നും ഒരു മുഴുവനായ പല്ലിയെ ലഭിച്ചു. ആ പല്ലിയുടെ പകുതി ഭാഗം കടിച്ചതിന് ശേഷമാണ് അത്തരമൊരു സംഭവം മനസ്സിലായത് തന്നെ. എന്തു തന്നെ ആയാലും ബബിൾ ടീയിൽ നിന്ന് ലഭിച്ചത് പല്ലി സമൂസ. വിവിധ തരത്തിലുള്ള സമൂസകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ബീഫ് സമൂസ, ചിക്കൻ സമൂസ, അതുപോലെ വെജിറ്റബിൾ സമൂസ, ബീട്രൂട്ട് സമൂസ, അതുപോലെ തന്നെ മുംബൈയിൽ നിന്നൊക്കെ തന്നെ വരുന്ന ഉരുളൻകിഴങ്ങ് നിറച്ച സമൂസ, അങ്ങനെ പലതരത്തിലുള്ള സമൂസകളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഏറ്റവും അവസാനം ഇരിഞ്ഞാലക്കുട ബബിൾ ടീയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് പല്ലി സമൂസയാണ്. ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിലെ ഷോപ്പിൽ നിന്നും വാങ്ങിയ സമൂസയിൽ നിന്നും പല്ലിയെ കിട്ടിയതായി പരാതി. ബസ് സ്റ്റാൻഡ് കൂടൽമാണിക്യം റോഡിൽ പ്രവർത്തിക്കുന്ന ബബിൾ ടീ എന്ന ഷോപ്പിൽ നിന്നാണ് ബുധനാഴ്ച ഉച്ചയോടെ ആനന്ദപുരം സ്വദേശിയായ തോണിയിൽ വീട്ടിൽ സിനി രാജേഷും മകനും ചായ കുടിച്ച ശേഷം മകൾക്കായി 2 സമൂസ പാഴ്സൽ വാങ്ങിയത്. വീട്ടിലെത്തി മകൾ സമൂസ കഴിക്കുന്നതിനിടെയാണ് സമൂസയിൽ നിന്നും പല്ലിയെ ലഭിക്കുന്നത്. രാജേഷ് ഉടൻ തന്നെ ഇരിങ്ങാലക്കുട ആരോഗ്യ വിഭാഗത്തിൽ പരാതി നൽകുകയും ചെയ്തു. ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഷോപ്പിൽ പരിശോധന നടത്തുകയും സമൂസ ഇവിടെ നിർമ്മിക്കുന്നതല്ലെന്നും കല്ലങ്കുന്ന് എബി ഫുഡ് പ്രൊഡക്ട്സ് എന്ന സ്ഥാപനത്തിൽ നിന്നും നിർമ്മാണം നടത്തി വിതരണം നടത്തുന്നതാണെന്നാണ് ഷോപ്പിൽ നിന്നും ലഭിച്ച വിശദീകരണം. വേളൂക്കര ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഈ സ്ഥാപനത്തിൽ പരിശോധന നടത്തിയതിൽ ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് ഹെൽത്ത് കാർഡ് ഇല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കാർഡ് എടുത്തതിന് ശേഷം മാത്രം പ്രവർത്തിച്ചാൽ മതിയെന്ന നിർദ്ദേശം നൽകി. സമൂസയിൽ നിന്നും പല്ലിയെ കണ്ടെത്തിയ സംഭവം ഫുഡ് സേഫ്റ്റി അധികൃതർക്ക് പരാതി കൈമാറിയിട്ടുണ്ടെന്നും അതിനുശേഷം മാത്രമേ മറ്റു നടപടികൾ ഉണ്ടാവുകയുള്ളൂ എന്നും ഇരിങ്ങാലക്കുട ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു. എൻ്റെ പേര് രാജേഷ്. ഇന്ന് ഉച്ചയ്ക്ക് 1:30 കൂടിയിട്ട് ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള ബബിൾസ് ടീ എന്ന് പറയുന്ന ഒരു ബേക്കറിയിൽ നിന്ന് സമോസ വാങ്ങിച്ചു. ആ സമോസയിൽ ഒരു വൈകുന്നേരം സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് എടുത്ത സമയത്ത് ആ കവറ് പൊട്ടിച്ചെടുത്തപ്പോൾ അതിനുള്ളിൽ നിന്ന് പല്ലിയെ കിട്ടി. മോളാണത് കഴിച്ചുകൊണ്ടിരുന്നത്. പല്ലിയുടെ വാല് കടിച്ച് അതെന്താണെന്ന് നോക്കിയപ്പോഴാണ് ഈ സംഭവം മനസ്സിലായത്. അപ്പോൾ നമ്മുടെ ആരോഗ്യ വിഭാഗത്തിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിൽ പരാതി കൊടുത്തു. അവിടുത്തെ അനൂപ് സാറ് അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ട് പോയിരുന്നു. CCTVയിൽ നമ്മൾ വാങ്ങിച്ചതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കണ്ടു എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഗൂഗിൾ പേ ആയിട്ടാണ് പേയ്മെൻറ്റ് കൊടുത്തത്. അതിൻ്റെ ഡീറ്റെയിൽസും സാറിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ആരോഗ്യ വിഭാഗത്തിലേക്ക് നമ്മൾ പരാതി അയച്ചു കൊടുത്തിട്ടുണ്ട്.